ഞാൻ വി ശ്രീദാസൻ ദാസു, വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി, കോർഡിനേറ്റർ, കൺവീനർ. ഇന്ന് കുറച്ച് ന്യൂസ് കേരളത്തിൽ നിന്ന് കേട്ടിരുന്നു. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്ന്. ഈ PV അൻവർ കുറച്ച് ദിവസം മുമ്പേ കേരളത്തിൽ ഞാൻ പോയ സമയത്ത് എൻ്റെ വീട്ടിൽ എടപ്പാൾ വന്നിരുന്നു. വന്ന് മമതാ ബാനർജിനെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, മമതാ ബാനർജിക്ക് കൊടുക്കാൻ. അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഈ അപ്ലിക്കേഷനിൽ ഒരുപാട് MP-മാരുടെയും ഒരുപാട് MLA-മാരുടെയും ഒരുപാട് ex-MP-മാരും ഒരുപാട് ex-MLA-മാരും ഒരുപാട് CPM-ൻ്റെ ലീഡർമാരും പേര് അതിൽ മുമ്പ് കൊടുത്തിരുന്നു. എൻ്റെ ഒപ്പം തൃണമൂൽ കോൺഗ്രസ് ജോയിൻ ചെയ്യുന്നു. പക്ഷേ എന്നോട് പാർട്ടി നേതൃത്വം പറഞ്ഞു, ദാസു കേരളത്തിൽ പോയിട്ട് ഇതിനെ അന്വേഷിച്ച് നോക്കാൻ വേണ്ടി. ഞാൻ അൻവറിൻ്റെ ലെറ്റർ എടുത്ത് കേരളത്തിൽ പോയി അതിൽ എഴുതിയിരുന്ന കുറച്ച് ആൾക്കാരുടെ പേരിൽ ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അവർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് യാതൊന്നും അറിയില്ല. അൻവർ ഇങ്ങനെ അവൻ്റെ സ്വന്തമായിട്ട് എഴുതി കൂട്ടിയതാണ് അതെല്ലാം. ഇവരെല്ലാം എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നു. ഈ അൻവറിൻ്റെ പൊളിറ്റിക്കൽ ഒരു സ്ഥിരതയില്ല. ഇയാൾ CPM-ലുള്ള സമയത്ത് എങ്ങനെയായിരുന്നു, ഇന്ന് കോൺഗ്രസ്സിൽ വന്നിട്ട് ഇന്ന് എന്താ സ്ഥിതി? ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു ടിക്കറ്റ് കിട്ടി, അയാൾ മത്സരിക്കുന്നു റിയാസിനെ എഗ്നിസ്റ്റായിട്ട്. പക്ഷേ ഇയാൾ ഒരിക്കലും ജയിക്കില്ല. ഇയാളുടെ പൊളിറ്റിക്സിന് ഒരു ലൈഫില്ല. ഇയാളുടെ പൊളിറ്റിക്സിന് ഇന്ത്യയിൽ ഒരു സ്ഥിരത ഇല്ല ഇയാൾക്ക്. ഇയാൾ ഇന്ന് പറയണതെല്ലാം നാളെ പറയാം. ഇയാളൊരു അധികാര മൂല്യമാണ്. ഇയാൾ ഏത് പാർട്ടിയിലാണ് പോകുന്നത് ആ പാർട്ടി ഫിനിഷാവും. ഇന്ന് കോൺഗ്രസ്സിൽ പോയിട്ട് കോൺഗ്രസ് നാളെ ഫിനിഷാവും. ഇയാൾക്ക് അധികാരമില്ലാതെ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ഫ്രോഡ് ആളാണ് ഇയാൾ. ഞാൻ ഇയാൾക്ക് എഴുതിയുള്ള ലെറ്റർ നിങ്ങൾക്ക്, ഇയാൾ മമതാ ബാനർജിക്ക് എഴുതി തന്ന ലെറ്റർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ മമതാ ബാനർജിയുടെ പേരിൽ തന്നിരുന്നു. ആ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾ എത്ര ആൾക്കാരുടെ പേരാണ് അയാൾ കൊടുത്തിട്ടുള്ളത്, എത്ര ex-MP-മാരെ, എത്ര ex-MLA-മാരെ, സിറ്റിംഗ് MLA-യുടെ പേരും കൂടി അയാൾ കൊടുത്തു. അങ്ങനത്തെ ഒരു ഫ്രോഡ് ആളാണ് ഈ അൻവർ. ഇയാളെ വെച്ചിട്ട് തൃണമൂൽ കോൺഗ്രസ്സിന് മനസ്സിലായി ഇയാളൊരു ഫ്രോഡാണ്. ഇയാളെ വെച്ചിട്ട് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്താൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാക്കിംഗ് അയാൾക്ക് കൊടുത്തിരുന്നതെല്ലാം ബാക്കിംഗ് ഞങ്ങളുടെ സീനിയർ ലീഡർഷിപ്പ് നിർത്തിവെച്ചു. ഇപ്പോൾ അയാൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത സ്ഥിതിയായി. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നു. വലിയ വലിയ ഡയലോഗ് CPM-നെ എഗ്നിസ്റ്റായിട്ടും തൃണമൂലിൻ്റെ എഗ്നിസ്റ്റായിട്ടും അയാൾ പറയണു. അയാൾക്ക് ഒരു പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഈ ഇലക്ഷൻ ജയിക്കില്ല. അയാളൊരു സ്റ്റാൻഡില്ല പൊളിറ്റിക്സിൽ. അയാളെ പോലത്തെ ഒരു ഫ്രോഡ് ആളെന്നെ ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല പൊളിറ്റിക്സിൽ. അയാൾ നിലമ്പൂരിലെ ഇലക്ഷനിൽ പറഞ്ഞിരുന്നു, എന്നെ ഹോം മിനിസ്റ്റർ ആക്കണം, ഇന്നെ ആ മിനിസ്റ്റർ ആക്കണം, ഈ മിനിസ്റ്റർ ആക്കണം. എന്ത് തമാശയാണോ ഇയാൾ പറയുന്നത്? ആൾക്കാർ ഇയാളെ വിചാരിക്കുന്നത് എന്താ, കേരളത്തിലും പുറത്തുള്ള രാജ്യങ്ങളിൽ ഇയാളെ പറ്റി അറിയുന്നവരെന്താ പറയണമെന്നറിയോ? ഇയാൾ തല ശരിക്കും വർക്ക് ചെയ്യണില്ല. ഇയാൾക്ക് ഭ്രാന്താണ്. ഇയാൾ നല്ലൊരു മാനസിക ഡോക്ടറിനെ പോയി കാണിക്കാൻ വേണ്ടി ഇയാൾക്ക് അതിനുള്ള ചികിത്സയാണ് നടത്തുന്നത്. ഇയാൾ ഒരിക്കലും ഒരു സ്റ്റേബിൾ പൊളിറ്റിക്സ് ചെയ്യാനുള്ള ആളല്ല. അതിനുള്ള ലൈഫ് ഇയാൾക്കില്ല. അപ്പോൾ ഇയാൾ പോയാൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു പ്രോബ്ലവും ഇല്ല. തൃണമൂൽ കോൺഗ്രസ് പവർഫുൾ പാർട്ടിയാണ് വെസ്റ്റ് ബംഗാളിൽ. തൃണമൂൽ ഇയാളുടെ അടുത്ത് പോയില്ല. ഇയാൾ തൃണമൂലിക്ക് ജോയിൻ ചെയ്യാൻ വന്നതാണ്. ഇതിനു മുമ്പ് ഇയാൾ DMK പാർട്ടിയിൽ പോയല്ലോ. DMK-യും ഇയാൾ വിട്ടു. ഇന്ന് തൃണമൂലും ഇയാൾ വിടുന്നു. നാളെ കോൺഗ്രസിനെയും തെറി വിളിക്കും. ഇതിനു മുമ്പത്തെ തെറി വിളിച്ചിരുന്നു. സതീശനെ തെറി വിളിച്ചിരുന്നു, കോൺഗ്രസ് ലീഡർഷിപ്പിനെ തെറി വിളിച്ചിരുന്നു. ഇനി നാളെ ഇയാളെ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ തെറി വിളിക്കാൻ തുടങ്ങും. അത് കാരണം ഇയാൾക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാട്ടുക വേണ്ട, നല്ലൊരു ചികിത്സ ഇയാൾക്ക് നടത്തുക വേണ്ട. പോളിറ്റിക്സ് ഇയാൾക്ക് സൂട്ടാവില്ല. ഇയാൾ കുറച്ച് ദിവസം മീഡിയയിൽ ഹൈലൈറ്റ് ആവാൻ വേണ്ടി വായ തുണിയെല്ലാം പറയണം. ഞാൻ ഇത്രയും പറയുന്നു.